രജിത് മോഹനൻ, 3 ചോദ്യങ്ങൾ. ഒന്നിനൊരു തിരിച്ചുവരവ് സാധ്യമാണോ? കാര്യം ഭയം എന്നുള്ള സംഗതി, അനിഷേധ്യമായ ഒരു അവസ്ഥ, ചോദ്യം ചെയ്യാൻ ആരുമില്ലാത്ത സംഗതി ഒക്കെ മാറിക്കഴിഞ്ഞു. 40% നിന്ന് 4-ലേക്കാവാൻ ഒരുപാട് തെരഞ്ഞെടുപ്പുകളൊന്നും വേണ്ട എന്ന് അല്പം മുമ്പ് അനൂപ് പറഞ്ഞ കണക്ക് തന്നെ സൂചിപ്പിക്കുന്നു, CPM-ന്റെ പതനത്തോടുകൂടി. 3, കേരളത്തിലെ ഏതെങ്കിലും കക്ഷികൾക്കോ നേതാക്കൾക്കോ പഠിക്കാൻ ഇതിൽ നിന്ന് പാഠങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? 2 മിനിറ്റ്. പ്രദീപ്, ഇതിനകത്തൊരു പ്രധാന വിഷയം എന്നുള്ളത് ഇതിനു മുൻപ് നമ്മൾ കണ്ട രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്ന് ബംഗാളിൽ ഉള്ളത് എന്നുള്ളതാണ്. കാരണം BJP ഇതിനു മുൻപ് CPM-നോട് മമത കാണിച്ച അതേ സമീപനം സ്വീകരിക്കുമെന്ന് നമുക്ക് കരുതാൻ വയ്യ. കാരണം CPM-ന് എന്താണ് സംഭവിച്ചത്? അവർക്ക് അധികാരം നഷ്ടമായി, പിന്നാലെ തൃണമൂൽ കോൺഗ്രസ് കയറി മേയുകയായിരുന്നു എന്ന് പറയാം. അവരുടെ മുഴുവൻ രാഷ്ട്രീയ സംവിധാനങ്ങളെയും പാർട്ടി ഓഫീസുകളെയും എല്ലാം ഇല്ലാതാക്കി. പക്ഷേ ഇവിടെ നോക്കൂ, BJP അധികാരത്തിൽ വന്നതിന് പിന്നാലെ CPM അവിടെ പാർട്ടി ഓഫീസുകൾ തുറക്കുന്ന കൗണ്ടിംഗ് പോലും തീരുന്നതിന് മുമ്പ് പാർട്ടി ഓഫീസുകൾ തുറന്നു തുടങ്ങി. അതെ. പാർട്ടി പത്രത്തിന് 15 വർഷത്തിന് ശേഷം സർക്കാർ പരസ്യം കിട്ടുന്നു. ഏത് പാർട്ടി പത്രത്തിന്? ഗണശക്തിക്ക്, CPM. അതെ. അപ്പോൾ സ്വാഭാവികമായും BJP മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം അനുസരിച്ച് തൃണമൂൽ കോൺഗ്രസിന് വേണമെങ്കിൽ അവർ തെറ്റുകൾ തിരുത്താൻ തയ്യാറാണ് എങ്കിൽ 40% വോട്ട് എന്ന് പറയുമ്പോൾ അതിലിപ്പോൾ 40% അവരുടെ വോട്ട് ഷെയർ. ആ 40% വോട്ടിലൊരു ഭീഷണിപ്പെടുത്തിയും ഒക്കെ വോട്ട് ജയിപ്പിച്ചൊരു 10%, 15% മാറ്റി നിർത്തിയാൽ ബാക്കി ഒരു 20, 25, 30% വോട്ട് അവർക്ക് അവിടെ തന്നെയുണ്ട്. ആ വോട്ട് നിലനിർത്താൻ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ സംവിധാനത്തിന് നിലവിലെ തെറ്റുകളിൽ നിന്ന് പഠിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർക്കൊരു പ്രതിപക്ഷ സംവിധാനമായി അവിടെ കുറേ വർഷം നിലനിൽക്കാൻ കഴിയും. അധികാരത്തിലേക്ക് എന്തായാലും അടുത്തൊരു 15 വർഷത്തേക്ക് ബംഗാളിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഈ പറയുന്ന 2031 പ്രധാന പ്രതിപക്ഷമായി തൃണമൂൽ കോൺഗ്രസ് നിൽക്കുകയാണെങ്കിൽ അതിൽ നേതൃത്വം വഹിക്കുന്നത് മമതാ ബാനർജി എന്ന് പറയുന്ന ഒരു നേതാവാകില്ല എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. അവിടെ തൃണമൂലിന് ഒരു പ്രത്യേക വിഭാഗം ഉണ്ടാവുകയും അവർക്ക് നിലവിലെ MLA-മാരുടെയൊക്കെ എണ്ണം എടുത്താൽ 80 MLA-മാരുണ്ട്. അതിലൊരു നേരത്തെ ഞാൻ പറഞ്ഞ 50 എന്നുള്ള കണക്കാണ് എന്നെ ഇപ്പോഴും ആ ചിന്തകളിൽ നിലനിർത്തുക. കാരണം അവർക്കൊരു പ്രത്യേക വിഭാഗമായി നിന്നുകൊണ്ട് അവരൊരു സ്വതന്ത്ര സംവിധാനമായി മാറുകയും അവർ പ്രതിപക്ഷ സംവിധാനമായി നിലനിൽക്കുകയും മമതാ ബാനർജിയെ അകറ്റി നിർത്തുകയും ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായും പുതിയൊരു നേതാവ്, പുതിയൊരു രാഷ്ട്രീയ സംവിധാനം വരും. അവർക്ക് അവിടെ മുന്നോട്ട് പോകാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ ഇതെല്ലാം ജനങ്ങൾ തീരുമാനിക്കുന്നതാണ്. കാരണം അഭിഷേക് ബാനർജിയെ റോഡിലിട്ട് ചീമുട്ടേറുകയാണ്. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഈ പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് 5000 രൂപ വെച്ച് പിരിവെടുത്തിരുന്ന നേതാക്കന്മാരാണ് ഇവർ പലരും. ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ ചെന്ന് മാപ്പ് പറഞ്ഞ് ആ പണം തിരിച്ചു കൊടുക്കുന്ന കാഴ്ചയെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ തെറ്റുകൾ ചിലതൊക്കെ അവർ തിരുത്തി തുടങ്ങി, അത് ഭയത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ തന്നെ. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ സിദ്ധാന്തം BJP നിലവിൽ നിൽക്കുന്നത് പോലെ പണ്ടത്തെ തൃണമൂലിൻ്റെ രീതിയിലേക്ക് പോകാതെ BJP അവിടെ ഇപ്പോൾ തന്നെ അതിനുള്ള ഒരു മാതൃക കാണിച്ചിട്ടുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ഇല്ലാതാക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം തൃണമൂലിന് നേരിടേണ്ടി വരില്ല. പക്ഷേ മമതാ ബാനർജിയെ മാറ്റി നിർത്തുകയും അഭിഷേക് ബാനർജിയെ മാറ്റി നിർത്തുകയും ഈ പറയുന്ന 50ഓളം വരുന്ന MLA-മാർ ചേർന്ന് ഒരു പുതിയ സ്വന്തം സംവിധാനം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുകയാണെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാം. കേരളത്തിലെ സാഹചര്യം വെച്ച് നമ്മൾ വിലയിരുത്തുമ്പോൾ ഈ പറയുന്ന അനന്തരവനെയും മരുമോനെയും മോളെയും ഒക്കെ മാറ്റി നിർത്തേണ്ട സാഹചര്യം CPM എന്തായാലും പഠിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ചരിത്രത്തിലില്ലാത്ത പ്രതിസന്ധിയിലേക്കാണ് അവർ പോകുന്നത്. മകളുടെ പേരിൽ വന്ന ആരോപണങ്ങളാണ് എങ്കിലും അത് അവരുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായിരുന്ന പാർട്ടിയെ 16 വർഷത്തോളം നയിച്ച ഒരു നേതാവിനെതിരെയാണ് വരുന്നത്. അത് ഇന്ന് വന്ന ആരോപണങ്ങളല്ല, ഇതിന് മുൻപുണ്ട്. അത് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് ആണെങ്കിലും ശരി, ഒപ്പം സ്പ്രിംഗ്ലർ അഴിമതി കേസാണെങ്കിലും ശരി, ആണെങ്കിലും ശരി, ഇതെല്ലാം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇത് ഇപ്പോൾ നിലനിൽക്കുന്നതിനപ്പുറത്തേക്ക് CBI അന്വേഷണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ CPM-ന്റെ മുഴുവൻ രാഷ്ട്രീയ ഔന്നത്യവും തെരുവിൽ വലിച്ചിഴക്കപ്പെടുന്ന സാഹചര്യവുമുണ്ട്.